ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക്കോൺ ലിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലിയോനും നമുക്കും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഡോഗ്സിനും കൊടുക്കാം, നമുക്കും കഴിക്കാം. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് വേണ്ടതാണ് നമ്മളെ മെയിൻ ഐറ്റം ബ്രെഡ്, ദെൻ പാല്, ദെൻ ഒറിജിനൽ നെയ്യാണ് കേട്ടോ. ഇത് വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിച്ചതാണ്, വേറൊരു ബോട്ടിലാണ്, ഒറിജിനലാണ്. കൊതി കൊണ്ട് ഞാൻ എടുത്ത് കഴിച്ചതാട്ടോ ഇവിടെ മേലെ. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി. ഇത് നമുക്കും ഡോഗ്സിനും ഒരുപോലെ കഴിക്കാം. ഈ പാലിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഡോഗ്സിന് കൊടുക്കാൻ പറ്റില്ല. സോ നമുക്ക് പഞ്ചസാര ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ്. നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഡോഗ്സ് ഒന്നും വീട്ടിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് പാലിൽ തന്നെ പഞ്ചസാര ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഡോഗ്സിന് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അധികവും പാലിൽ പഞ്ചസാര ഒഴിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ അവർക്ക് വേറെ ഉണ്ടാക്കിയിട്ട് പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ മിൽക്ക് മെയ്ഡ്, അത് ഓപ്ഷണലാണ്, അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് വേണമെന്നില്ല. സോ നമുക്ക് ഫസ്റ്റ് ബ്രെഡ് എടുക്കാം. ബ്രെഡ് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്കും കഴിക്കാം, ഡോഗ്സിനും കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നും ഡോഗ്സിന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡോഗ്സിന് എന്താ കൊടുക്കുക, അവർക്ക് നമ്മൾ കഴിക്കുന്ന ഒന്നും കൊടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഏതൊരു ഐറ്റംസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. പൊരിച്ചതോ ഉപ്പ് മുളക് എരി ഇതൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് തന്നെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഏതെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളതിനൊരു ആൻസറാണ് ഇത്. നമുക്ക് കഴിക്കാം, ഡോഗ്സിനും കൊടുക്കാം. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ, ഒരാളത് വരുന്നത് നമ്മളെ ലിയോണ വരുന്നുണ്ട്. അവൾക്ക് കഴിക്കാനുള്ള സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓടി വരുന്നുണ്ട്. അപ്പം അവിടെ സ്മെല്ല് പിടിച്ച് വന്നതാണ് കേട്ടോ. എന്തോ ഇപ്പോൾ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അകത്തുനിന്ന് ഓടി വന്നതാണ്. ഇത് വെയിലടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഡിസ്പ്ലേ ഇങ്ങനെ ഇതാവുന്നത്. നല്ല വെയിലുണ്ട്, അതായത് രാവിലത്തെ വെയിലാണ്. ആ വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ പറയില്ലേ, വൈറ്റമിൻ ഡി ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെയിലടിച്ചിട്ടാണ് ഇങ്ങനെ റിഫ്ലക്ഷൻ വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറയുന്നത്, ആദ്യം ഗ്യാസ് സ്റ്റൗ ഓണാക്കണം. ദെൻ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് എന്താണ്, ഗീ ആണ്. നെയ്യെടുക്കുക. അത് നിങ്ങൾ കണ്ടില്ലേ, നല്ല കട്ട നെയ്യാണ്. അപ്പോൾ അത് ഇതിൽ ഒഴിക്കാൻ പറ്റില്ല. സോ നമുക്കതിന് വേണ്ടിയിട്ടൊരു ബ്രഷ് 2-3 പ്രാവശ്യം ലെയറായിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് നല്ലോണം അപ്ലൈ ചെയ്യുക പാനിൽ. ദെൻ നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ബ്രെഡിലേക്ക് നെയ്യ് നന്നായിട്ടൊന്ന് തേച്ച് മിനുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡിൽ നന്നായിട്ട് തേച്ചെടുത്തിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കുക. നെയ്യ് ഇഷ്ടമുള്ള പോലെ നന്നായിട്ട് തന്നെ പുരട്ടിക്കട്ടോ. പക്ഷെ നെയ്ക്ക് നല്ല വിലയാണ്. ഇവിടെ ഇപ്പോൾ 200 ml 200 രൂപ തന്നെ വരുന്നുണ്ട്. പുറത്തെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. സോ നമ്മൾ ബ്രെഡ് ഇട്ടിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഡോഗ്സിനൊന്നും കൊടുക്കുന്നില്ലാത്ത ആൾക്കാരാണ് ഈ പാല് തന്നെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡോഗ്സിന് കൊടുക്കുന്നവരാണെച്ചാൽ ഇതിൽ പഞ്ചസാര ഒഴിക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് മിൽക്ക് മെയ്ഡ് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിലും ഈ മിൽക്ക് മെയ്ഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പഞ്ചസാരേനെക്കാട്ടും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മിൽക്ക് മെയ്ഡ് തന്നെയായിരിക്കും. സോ നമ്മൾ നെക്സ്റ്റ് ബ്രെഡ് എടുത്തു. നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ പാനിലേക്ക് ഇടുക. ദെൻ പാലൊഴിച്ച് കൊടുക്കുക. ദെൻ ഈ നെയ്യ് ഒഴിക്കുന്നതിനെ കൊണ്ട് വേഗം മറിച്ചിടാൻ നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മളങ്ങനെ അടുത്ത ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നെയ്യ് ഒഴിച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതാക്കുന്ന സമയത്ത്, കുക്കാകുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഇടാം. അപ്പം അതവിടെ കിടന്ന് വീഴുന്നുണ്ട്. അധികം വേവാതെ നോക്കണേ, പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രെഡ്. ഇവിടെ ലിയോണ നല്ല വെയിറ്റിങ്ങിലാണ്. അവർക്ക് നല്ല സ്മെല്ല് കിട്ടുന്നുണ്ടാവും. നെയ്യിൻ്റെതും പാലിൻ്റെതും ബ്രെഡിൻ്റെ ഒക്കെ പൊരിഞ്ഞ് വരുന്ന സ്മെല്ല് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവൾ എന്തായാലും ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. നല്ല വെയിലാണ്, മോർണിംഗ് രാവിലത്തെ വെയിലാണ്, അതുകൊണ്ട് നല്ലതാണ് കൊള്ളുന്നത്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം.
അപ്പോൾ ലിയോണെ നോക്കിയിരിക്കുകയാണ്. ലിയോണേനെ വെയിലത്ത് നോക്കിക്കുക. ഒറിജിനൽ വെയിലത്ത് ഇതാണ് ശരിക്കും ഇപ്പോൾ മോർണിംഗിലുള്ള ആ ഒരു മഞ്ഞ വെയിൽ. കൊള്ളണം എന്ന് എല്ലാവരും മക്കളെയൊക്കെ കൊള്ളിക്കുന്ന ആ കുഞ്ഞുമക്കളൊക്കെ കൊള്ളുന്ന ആ വെയിൽ നമ്മളും കറക്റ്റ് കൊള്ളണം. അപ്പോൾ ലിയോണ വെയിലത്ത് കിടക്കുകയാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് മറച്ചിട്ടിട്ടുണ്ട്. ഇത് മുട്ട മുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റാണ്. സോ ഇത്രയും ബ്രെഡ് ഉണ്ടാക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഓപ്ഷണലാണ് ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുക എന്നുള്ളത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒരു കള്ളത്തി വിശന്ന് നമ്മളെ ഇവിടെയാണ് കേട്ടോ അധികം അമ്മ കുക്ക് ചെയ്യുന്ന സമയത്ത് അവൾ ഇരിക്കുക. എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമുക്ക് സുഖം അങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ അവൾ ഇരുന്നോളും. അവളിപ്പോൾ വെയിറ്റിങ്ങിലാണ്, ഫുഡ് കിട്ടാനുള്ള വെയിറ്റിങ്ങിലിരിക്കുകയാണ് ലിയോണ. സോ നമ്മൾ ഫൈനലി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിയോണയ്ക്ക് കൊടുക്കാം. ഇത് ലിയോണയ്ക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, കാരണം എരിവില്ല, ഉപ്പില്ല, മധുരമില്ല, ഒന്നുമില്ല. അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നെയ്യ് അവർക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പാലധികം കൊടുക്കാത്തതാണ് ബെറ്റർ. പക്ഷേ ഇതിൽ കുറച്ച് പാലേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ബ്രെഡും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ലിയോണയ്ക്ക് കൊടുക്കാം കേട്ടോ. ലിയോണ വെയിറ്റിംഗ് ആണ്. ഇത് അവൾക്ക് കൊടുക്കാമെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കൊടുക്കാം. ബായോ. അപ്പോൾ നമ്മൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗപ്പിക്കുട്ടികൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിക്കളിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് കൊടുക്കാം. ലിയോണയ്ക്ക് കൊടുക്കാം. അവൾ വിശന്ന് അവിടെ പ്ലേറ്റും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവൾക്ക് കൊടുക്കാം. അവൾക്കൊരു 3-4 എടുത്തിട്ട് നമുക്ക് നല്ലോണം കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അവൾ ഓൾറെഡി അവളുടെ ട്രീറ്റ് കഴിച്ചിരിക്കുകയാണ്, ബിസ്ക്കറ്റ്. വിശന്നപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, മിൽക്ക് മെയ്ഡൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത് അവൾക്ക് കൊടുക്കുകയാണ്. കം കം സിറ്റ് 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 ലിയോ. ഗുഡ് ഗേൾ. ഫുഡ് വേണോ? ഷെയ്ക്ക് ഹാൻഡ് തന്നാൽ ഫുഡ് തരും. ഷെയ്ക്ക് ഹാൻഡ്. ഗുഡ് ഗേൾ. ഒന്നുകൂടെ തരണം. ഷെയ്ക്ക് ഹാൻഡ് തരണം. ഷെയ്ക്ക് ഹാൻഡ്. ആ, ഗുഡ് ഗേൾ. ഒറ്റ കൈ കൊണ്ട് എല്ലാം കൂടെ തരണ്ട. ഷെയ്ക്ക് ഹാൻഡ് തന്നേ. ഷെയ്ക്ക് ഹാൻഡ് തന്നാൽ ഫുഡ്. ഷെയ്ക്ക് ഹാൻഡ്. ഗുഡ് ഗേൾ. ഫുഡ് വേണോ? തരൂലെങ്കിലോ? സിറ്റ്. ഗുഡ് ഗേൾ. തരേ, കുഞ്ഞിന് തരുവേ. ബാ. ലിയോൺ അവിടുന്ന് കഴിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇനിയൊന്നുമില്ല. മിൽക്ക് മെയ്ഡ് കുറച്ചൊന്ന് ആഡ് ചെയ്താൽ നമുക്ക് കഴിക്കാം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം കേട്ടോ. ചിലർക്ക് മിൽക്ക് മെയ്ഡ് നല്ല ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച്, മധുരം ഇഷ്ടമുള്ള ആൾക്കാർ അതനുസരിച്ച് ചേർക്കുക. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇതില്ലാന്ന് വെച്ചാൽ 3 ഇൻഗ്രീഡിയൻസ് മതി. ഈ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പഞ്ചസാര തന്നെ ചേർത്താൽ മതി. ഡോഗ്സിന് കൊടുക്കുന്നതിനെ കൊണ്ടാണ് അത് ചേർക്കാത്തത്. അവൾ കഴിച്ച് ഓടി വന്നിട്ടുണ്ട്, ഇനി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്രയും ഇഷ്ടമായിട്ടോ, അത്രയും ടേസ്റ്റിയാണിത്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. ആ ടൈം കൊണ്ട് അമ്മ ബൂസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ പോവാം. ഒരാളിതാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മിൽക്ക് മെയ്ഡ് ചേർത്തതിനെ കൊണ്ട് അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ അവൾ ഓൾറെഡി കഴിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നമ്മൾ എന്ത് കഴിക്കുമ്പോൾ അവൾക്കും കൊടുക്കണം. അതുകൊണ്ടാണ് അവൾക്കും കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.